ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. 4ാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണത്തിന് ഇന്ന് സമാപനം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതിയുടെ ഇടക്കാല ജാമ്യം. വിധി പ്രതീക്ഷ നൽകുന്നതെന്ന് ആം ആദ്മി പാർട്ടി. ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീനെ അംഗമാക്കുന്ന കരട് പ്രമേയത്തെ അനുകൂലിച്ച് ഇന്ത്യ. രാജ്യത്തെ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ച 28,000-ലധികം മൊബൈലുകൾ ബ്ലോക്ക് ചെയ്യാൻ ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പിന്റെ ഉത്തരവ്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് ജയം. വാർത്തകൾ വിശദമായി. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ 50 ദിവസത്തിന് ശേഷം ജയിൽ മോചിതനായി. സുപ്രീം കോടതി 21 ദിവസത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചതിനെ തുടർന്നാണ് കെജ്രിവാൾ പുറത്തെത്തിയത്. മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് അവസാനിക്കുന്ന ജൂൺ 1 വരെയാണ് ജാമ്യം അനുവദിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ജയിൽ മോചിതനാക്കണമെന്ന് കെജ്രിവാൾ ആവശ്യപ്പെട്ടിരുന്നു. മാർച്ച് 21-നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്യുന്നതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാലതാമസം വരുത്തിയെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയ സുപ്രീം കോടതി തീരുമാനം ഭരണഘടനയിൽ വിശ്വാസമുള്ള ഏവർക്കും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണെന്ന് ആം ആദ്മി പാർട്ടി നേതൃത്വം പ്രതികരിച്ചു. തീരുമാനം ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനേറ്റ തിരിച്ചടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കെജ്രിവാളിന്റെ ജാമ്യം ജനാധിപത്യത്തിന് ശുഭപ്രതീക്ഷ നൽകുന്നതാണെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പ്രതികരിച്ചു. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. 4ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ താരപ്രചാരകരും മുതിർന്ന നേതാക്കളും പ്രചാരണ രംഗത്ത് സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിൽ പ്രചാരണം നടത്തും. ഒഡീഷയിലെ 4 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ വിധിയെഴുതുന്നത്. ഇന്നലെ തെലങ്കാനയിലെ നാരായൺപേട്ടിലും മഹാബൂബ് നഗറിലും അദ്ദേഹം റാലികളിൽ പങ്കെടുത്തു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നലെ തെലങ്കാനയിലെ ഹൈദരാബാദിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. ആന്ധ്രാപ്രദേശിലും അദ്ദേഹം തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുത്തു. തിങ്കളാഴ്ച നടക്കുന്ന 4ാം ഘട്ട തിരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും മുഴുവൻ സീറ്റുകളിലും വോട്ടെടുപ്പ് പൂർത്തിയാകും. കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ അമിത്ഷാ ഇന്നലെ ഝാർഖണ്ഡിലും പശ്ചിമബംഗാളിലും പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുത്തു. ഝാർഖണ്ഡിലെ 4ഉം പശ്ചിമബംഗാളിലെ 8ഉം സീറ്റുകളിലാണ് മറ്റന്നാൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഉത്തർപ്രദേശിലെ കനൌജിൽ ഇന്നലെ പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുത്തു. ഉത്തർപ്രദേശിൽ 13ഉം മധ്യപ്രദേശിൽ 8ഉം മഹാരാഷ്ട്രയിൽ 11ഉം ജമ്മുകശ്മീരിൽ 1ഉം ബീഹാറിൽ 5ഉം സീറ്റുകളിൽ 4ാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഗുജറാത്തിൽ ദഹോദ് ലോക്സഭാ സീറ്റിന് കീഴിലുള്ള പരഥംപുര പോളിംഗ് സ്റ്റേഷനിൽ ഇന്ന് റീപോളിംഗ് നടക്കും. മെയ് 7-ന് നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേട് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പരഥംപുര പോളിംഗ് സ്റ്റേഷനിൽ റീപോളിംഗ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. പോളിംഗ് ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ ഉൾപ്പെടെ 6 പേരെ സസ്പെൻഡ് ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം പുറത്തുവിടുന്നതിലെ കാലതാമസം സംബന്ധിച്ച കോൺഗ്രസിന്റെ ആരോപണങ്ങൾ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടിംഗ് ശതമാനം പുറത്തുവിടുന്നതിലെ കാലതാമസം ആസൂത്രിതമാണെന്ന് കാണിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. ആരോപണങ്ങൾ അനാവശ്യമാണെന്നും ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചാരണം നടത്തരുതെന്നും കമ്മീഷൻ അഭ്യർത്ഥിച്ചു. തിങ്കളാഴ്ച 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നില്ലെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. പടിഞ്ഞാറൻ രാജസ്ഥാൻ ഒഴികെ ഇന്ത്യയിലെ ഒരു ഭാഗത്തും ഉഷ്ണതരംഗം നിലനിൽക്കുന്നില്ലെന്ന് ആകാശവാണിയോട് സംസാരിച്ച കാലാവസ്ഥാ വകുപ്പ് മുതിർന്ന ശാസ്ത്രജ്ഞൻ RK ജനാമണി പറഞ്ഞു. പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ചൂടിന് ഇന്നു മുതൽ ശമനമുണ്ടാകും. രാജ്യത്ത് സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ച 28,200 മൊബൈലുകൾ ബ്ലോക്ക് ചെയ്യാൻ ടെലികോം സർവീസ് ദാതാക്കളോട് ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് ഉത്തരവിട്ടു. 20 ലക്ഷം മൊബൈൽ കണക്ഷനുകൾ പരിശോധിക്കാനും വകുപ്പ് നിർദ്ദേശം നൽകി. ഈ മൊബൈൽ ഫോണുകൾ കുറ്റകൃത്യങ്ങൾക്കായി ഉപയോഗിച്ചുവെന്ന് ആഭ്യന്തര മന്ത്രാലയവും പോലീസും കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് നടപടി.
വനിതാ ഗുസ്തി താരങ്ങൾ നൽകിയ ലൈംഗികാതിക്രമ കേസിൽ ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷനും എംപിയുമായ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിന്റെ പേരിൽ കുറ്റം ചുമത്താൻ ഡൽഹി റൌസ് അവന്യൂ കോടതി ഉത്തരവിട്ടു. അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് പ്രിയങ്ക രജ്പുത്താണ് ഉത്തരവിട്ടത്. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 12 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഗുണ്ടല്ലൂർ മേഖലയിൽ ജില്ലാ റിസർവ് ഗാർഡും പ്രത്യേക ദൌത്യസേനയും നടത്തിയ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഏറ്റുമുട്ടൽ 4 മണിക്കൂറോളം നീണ്ടു. പ്രദേശത്ത് നിന്നും തോക്കുകളും മറ്റ് ആയുധങ്ങളും കണ്ടെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരളത്തിൽ ഈ അക്കാദമിക വർഷം മുതൽ 4 വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ബിരുദ പഠന കോഴ്സുകളിൽ അടിസ്ഥാനപരമായി മാറ്റം വരുത്തുന്ന വിധത്തിലാണ് 4 വർഷ കോഴ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. 3 വർഷം കൊണ്ട് 133 ക്രെഡിറ്റുകൾ ആർജിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ബിരുദം നേടി പുറത്തിറങ്ങാം. 4ാം വർഷം ഗവേഷണാത്മക പ്രവർത്തനങ്ങളും ഇന്റേൺഷിപ്പും പ്രൊജക്ടുകളും ഉൾപ്പെടെ 177 ക്രെഡിറ്റ് ആർജിച്ചാൽ ഓണേഴ്സ് ബിരുദം ലഭിക്കും. മെയ് 20 മുൻപായി അപേക്ഷ ക്ഷണിക്കുമെന്നും ജൂൺ 15 ട്രയൽ റാങ്ക് ലിസ്റ്റും അവസാന റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ജൂൺ 20 മുതൽ പ്രവേശനം ആരംഭിക്കും. ഇന്ന് ലോക ദേശാടന പക്ഷി ദിനം. ദേശാടന പക്ഷികളുടെ ഭക്ഷണമായ പ്രാണികളുടെ പ്രാധാന്യത്തിലും പ്രാണികൾ കുറയുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയർത്തിക്കാട്ടുന്നതിലുമാണ് ഈ വർഷം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒരു റിപ്പോർട്ട്. പ്രജനന കാലങ്ങളിൽ മാത്രമല്ല പലായന വേളയിലും പല ദേശാടന പക്ഷികളുടെ ഊർജ്ജ സ്രോതസ്സുകളാകുന്നത് പ്രാണികളാണ്. അതുകൊണ്ട് തന്നെ പ്രജനന സ്ഥലങ്ങളിലും പക്ഷികളുടെ കുടിയേറ്റ ഇടങ്ങളിലും പ്രാണികളുടെ എണ്ണം കുറയുന്നത് പക്ഷികളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. വിളകളെ സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത കീടനാശിനികളും കളനാശിനികളും ദേശാടന പക്ഷികൾ ഭക്ഷണത്തിനായി ആശ്രയിക്കുന്ന പ്രാണികളെ ദോഷകരമായി ബാധിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രാണികളുടെ സംരക്ഷണത്തിന് ഈ വർഷത്തെ ദിനാചരണം ഊന്നൽ നൽകുന്നത്. കീടനാശിനികളുടെയും രാസവളങ്ങളുടെയും ഉപയോഗം കുറയ്ക്കുക, സാധ്യമാകുന്നിടത്ത് ജൈവ കൃഷിയിലേക്ക് മാറുക എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. മെയ് 11, ഒക്ടോബർ 12 എന്നീ 2 ദിവസങ്ങളിലാണ് ലോക ദേശാടന പക്ഷി ദിനം ആഘോഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഐക്യരാഷ്ട്രസഭയിൽ അംഗമാകാനുള്ള പലസ്തീന്റെ ശ്രമത്തെ പിന്തുണയ്ക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ കരട് പ്രമേയത്തിന് ഇന്ത്യ അനുകൂലമായി വോട്ട് ചെയ്തു. 193 അംഗ പൊതുസഭ പ്രത്യേക അടിയന്തര സമ്മേളനം ചേർന്ന് ഫലസ്തീന്റെ പൂർണ്ണ അംഗത്വത്തെ പിന്തുണയ്ക്കുന്ന അറബ് ഗ്രൂപ്പ് പ്രമേയം യുഎന്നിൽ അവതരിപ്പിച്ചു. UAE ആണ് പ്രമേയം അവതരിപ്പിച്ചത്. 1974 ഫലസ്തീൻ ജനതയുടെ ഏകവും നിയമാനുസൃതവുമായ പ്രതിനിധിയായി ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ അംഗീകരിച്ച ആദ്യത്തെ അറബിതര രാഷ്ട്രമാണ് ഇന്ത്യ. ഇസ്രായേലിന്റെ റഫ അധിനിവേശ നടപടികൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ഈജിപ്ത്. റഫ അധിനിവേശവുമായി ഇസ്രായേൽ മുന്നോട്ടു പോയാൽ ചരിത്രപ്രസിദ്ധമായ ക്യാമ്പ് ഡേവിഡ് ഉടമ്പടി അസാധുവാക്കുമെന്നും ഈജിപ്ത് വ്യക്തമാക്കി. റഫയിലെ ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾക്കെതിരെ നേരത്തെ US-ഉം രംഗത്തെത്തിയിരുന്നു. ഇസ്രായേലും ഈജിപ്തും തമ്മിലുള്ള സമാധാന ചർച്ചകളിലെ സുപ്രധാന നാഴികക്കല്ലാണ് ക്യാമ്പ് ഡേവിഡ് ഉടമ്പടി. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ഇടിമിന്നൽ മുന്നറിയിപ്പുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിനെ 35 റൺസിന് പരാജയപ്പെടുത്തി. അഹമ്മദാബാദിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ 232 റൺസ് വിജയലക്ഷ്യവും പിന്തുടർന്ന ചെന്നൈയ്ക്ക് നിശ്ചിത ഓവറിൽ 196 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഗുജറാത്തിനായി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 55 പന്തിൽ നിന്ന് 104 റൺസും സായ് സുദർശൻ 51 പന്തിൽ 103 റൺസും നേടി. 63 റൺസ് എടുത്ത ഡാരൽ മിച്ചലാണ് ചെന്നൈയുടെ ടോപ്പ് സ്കോറർ. എന്നാൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. 4ാം ഘട്ടത്തിന്റെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് സമാപനം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതിയുടെ ഇടക്കാല ജാമ്യം. വിധി പ്രതീക്ഷ നൽകുന്നതെന്ന് ആം ആദ്മി പാർട്ടി. ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീനെ അംഗമാക്കുന്ന കരട് പ്രമേയത്തെ അനുകൂലിച്ച് ഇന്ത്യ. രാജ്യത്തെ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ച 28,000-ത്തിലധികം മൊബൈലുകൾ ബ്ലോക്ക് ചെയ്യാൻ ടെലികമ്മ്യൂണിക്കേഷന്റെ ഉത്തരവ്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് ജയം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.